നീണ്ട 67 വർഷങ്ങളായി 3 തലമുറകളിലൂടെ ദോശയുടെയും ചായയുടെയും പലഹാരത്തിന്റെയും ഒക്കെ രുചി മുകളങ്ങൾ കൈമാറി വന്ന് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ദോശക്കട നമുക്ക് പരിചയപ്പെട്ടാലോ. ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര അമ്പലത്തിനോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രത്യേകിച്ച് പരസ്യ ബോർഡുകളോ പേരോ ഒന്നുമില്ലാത്ത എന്നാൽ ആശാന്റെ കടയെന്ന് ലോക്കലി അറിയപ്പെടുന്ന ഈ ഒരു കുഞ്ഞു ചായക്കടയിലാണ് 3 തലമുറകളിലൂടെ കൈമാറി വന്ന രുചിക്കൂട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ണാടിപ്പെട്ടിയിൽ ഏത്തക്കാപ്പവും ബോളിയും പരിപ്പുവടയും ഉഴുന്നുവടയും പപ്പടവടയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടാവും. അതാത് ദിവസം തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന നല്ല ഫ്രഷ് പലഹാരങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടുകാരെല്ലാം തന്നെ സ്ഥിരമായി വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. വൈകുന്നേരത്തെ ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റം ദോശയാണ്. അപ്പോൾ ഇവരുടെ ദോശയും ചമ്മന്തിയും സാമ്പാറും അതേപോലെ മുളക് ചമ്മന്തിയും ഓംലെറ്റും ഒക്കെ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നാട്ടുകാർ മാത്രം ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഹാപ്പി ആയാൽ പോരല്ലോ, നിങ്ങൾ കൂടി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഈ വൈറൽ ദോശക്കടയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. ടേബിളിൽ വന്നിരുന്നപ്പോൾ തന്നെ പതിവ് പോലെ കലാമിക്ക ദോശയും ചമ്മന്തിയും സാമ്പാറുമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നാണ്. മര്യാദയ്ക്കൊന്ന് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടുന്നതിന് മുന്നേ പാത്രത്തിൽ നല്ല ചൂട് സോഫ്റ്റ് ദോശയും സാമ്പാറും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. ഈ ദോശയുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതായത് USP എന്നൊക്കെ പ്രൊഫഷണലി പറയുന്നത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന ഈ ദോശയുടെ ഒരു സ്ട്രക്ചറാണ്, അതിന്റെ കൺസിസ്റ്റൻസിയും കൂടെയാണ്. 67 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1957 അലിക്കുഞ്ഞാശാൻ എന്ന വ്യക്തി, അതായത് ഇപ്പോഴത്തെ തലമുറയുടെ ഉപ്പുപ്പ സ്ഥാപിച്ചതാണ് നമ്മുടെ ഈ ദോശക്കട. അദ്ദേഹം കൈമാറി വന്ന ആ സീക്രട്ട് രുചിക്കൂട്ടാണ് കൊച്ചുമക്കളായ റഷീദിക്കയും കലാമിക്കയും ഇന്ന് നമ്മളിലേക്കും വിളമ്പി നൽകുന്നത്. ദോശയൊക്കെ അങ്ങനെ നമ്മൾ ഇതേ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൂടി ഒരു കട്ടൻ കാപ്പി കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായയും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും പാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. വൈകുന്നേരത്തെ തിരക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്താണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. സ്ഥിരം ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കെല്ലാം കൂടിയിരുന്ന് കാര്യം പറയാനും ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും കൂടിയുള്ള ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഈ ആശാൻ കുടുംബത്തിന്റെ ഈ ഒരു ചെറിയ ഹോട്ടൽ. കടയിൽ വരുന്നവരോടുള്ള കലാമിക്കയുടെ ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതിനിടയിൽ കൂടി ഞാൻ ഒരു ഡബിൾ 1 സൈഡ് ഓംലെറ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 1 സൈഡ് ഓംലെറ്റ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. നിങ്ങളും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 1 സൈഡ് ഓംലെറ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതും ഡബിൾ ഓംലെറ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഓംലെറ്റിൽ ഇടാനുള്ള പെപ്പറൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. അതൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടതേ ഞാൻ ഓംലെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അടുത്തുള്ള നമ്മുടെ പള്ളിയിലെ ബാങ്കുവിളിയും അമ്പലത്തിലെ പാട്ടുകളും ഒക്കെ കേട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശരിക്കും ഒരു ബ്ലസ്ഡ് ഫീൽ തന്നെയാണ്. ആദ്യമേ പരിചയപ്പെടുത്തേണ്ട, എന്നാൽ ഇപ്പോൾ മാത്രം എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നുപെട്ട ആശാൻ കുടുംബത്തിലെ അടുത്ത വ്യക്തി ഇബ്രാഹിം കുട്ടി എന്ന ഇബ്രാഹിം കുട്ടി ആശ, റഷീദിക്കയുടെയും കലാമിക്കയുടെയും ഒക്കെ വാപ്പയുടെ സഹോദരനാണ്. കടയിൽ സഹായത്തിനായി അദ്ദേഹവും കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും റഷീദിക്ക എവിടെയെന്ന്. പുള്ളിക്കാരൻ കിച്ചണിലാണ് കേട്ടോ ഫുൾ ടൈം. 3 തലമുറകളായി കൈമാറി വന്ന ആശാൻ കുടുംബത്തിന്റെ ഭക്ഷണത്തിന്റെ രുചിക്കൂട്ട് നിങ്ങളും അറിയാതെ പോകരുത്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ പൊറോട്ടയും ദോശയും അപ്പവും കറികളും ഒക്കെയാണ്. അതേപോലെ വൈകുന്നേരങ്ങളിൽ മെയിനായിട്ടും ദോശയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ പൊറോട്ടയും ബീഫും ഉണ്ടായേക്കാം. ആശാൻ കുടുംബത്തിന്റെ പരസ്യ ബോർഡുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ്. അമ്പലത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന വഴിയിൽ 50 മീറ്റർ സഞ്ചരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇടതുവശത്തായി സ്പോട്ടിലെത്താം. നാടൻ രുചിക്കൂട്ടും ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യരും ഒക്കെ അടങ്ങി ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു കടയിലേക്ക് നിങ്ങളും തീർച്ചയായിട്ടും രുചി തേടി എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇതേപോലുള്ള നല്ല നാടൻ ഭക്ഷണം കൊടുക്കുന്ന കടകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നേരെ വന്നോളൂ. ആശാൻ കുടുംബ വിശേഷങ്ങളും രുചിയേറും ദോശക്കാഴ്ചകളും ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. കൂടുതൽ ഫുഡ് വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. സ്റ്റേ ട്യൂൺഡ്. ബൈ.